യേശുവിൽ സ്നേഹമുള്ളവരെ, ജൂബിലാത്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കാരുണ്യവാനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം സങ്കീർത്തനം 128 3-ാം വചനം നമുക്ക് ധ്യാനിക്കാം. ഇപ്രകാരം കർത്താവ് അരുളിച്ചെയ്യുന്നു: നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലീവ് തൈകൾ പോലെയും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കാരുണ്യവാനായ ദൈവം അരുളിച്ചെയ്യാൻ കാരണം, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം പ്രസാദിക്കുന്ന അനുഗ്രഹമാണ്. എന്താണത്? നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. പ്രിയപ്പെട്ടവരെ, ഫലസമൃദ്ധമായ മുന്തിരിയിൽ, ഒരു മുന്തിരിക്കൊലയിൽ നമുക്ക് കാണാൻ സാധിക്കും അനേകം മുന്തിരികൾ. കേവലം ഒരു മുന്തിരിങ്ങ മാത്രമായിട്ടോ, ഒരു കുല മാത്രമായിട്ടോ ഒരു മുന്തിരിവള്ളിയും കായ്ച്ചു നിൽക്കുകയില്ല. അനേകം ഫലങ്ങൾ നൽകുന്ന മുന്തിരിവള്ളി, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. അപ്പോൾ ഏതാനും ഒരു കുഞ്ഞ്, 2 കുഞ്ഞ്, 3 കുഞ്ഞ് ഒക്കെ ആയിട്ട് സംതൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളും മാറിയിരിക്കുന്നു. ധാരാളം മക്കൾ ഉണ്ടായിരുന്ന മുൻകാലത്തെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു 2 കുഞ്ഞല്ലേ 3 കുഞ്ഞിൽ കൂടുതൽ കുട്ടികളുണ്ടാകുമ്പം അയൽവാസികളും ബന്ധുക്കളും എല്ലാം അവരുടെ മുമ്പിൽ ചോദ്യചിഹ്നവുമായി നിൽക്കുന്ന രംഗം നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതൊക്കെ അപരിഷ്കൃതമായ ഒരു പതിവായിട്ട് കണക്കാക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകുവിൻ എന്ന ദൈവത്തിൻ്റെ ഈ വലിയ കൽപ്പനയാണ്. ഒരുപക്ഷെ ബൈബിളിൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ച ഏറ്റവും ആദ്യത്തെ കൽപ്പന ഇതുതന്നെയായിരിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വചനം നോക്കിയാൽ, ദൈവമായ കർത്താവ് ആദത്തോടും ഹവ്വായോടും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിന് ശേഷം അവരോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. 1-ാം അധ്യായം 28-ാം തിരുവചനം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. മനുഷ്യനോട് ഭൂമിയിൽ നിറയാൻ ദൈവം പറയാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ചേർത്തിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമിയെ കീഴടക്കുക. പിന്നീട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹയോടും പുത്രന്മാരോടും ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം നോക്കുക. 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇതുപോലെ തന്നെ ദൈവം പ്രഖ്യാപിക്കുകയാണ്. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. വീണ്ടും അതേ അധ്യായം 7-ാം തിരുവചനത്തിൽ വീണ്ടും ആവർത്തിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകുക. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന്
ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. ഇന്ന് മക്കൾ കുറഞ്ഞു പോയതുകൊണ്ട്, യുവജനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ നാട് ആ കുട്ടികളുടെ വിഷയത്തിൽ ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പുള്ള 2 ദിവസങ്ങളിൽ ഞാനൊരു പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ സഹായിക്കാൻ പോവുകയുണ്ടായി. അവിടെ ആയിരിക്കുമ്പം അവിടുത്തെ വികാരിയച്ഛൻ വളരെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. അവൻ അസ്വസ്ഥനായി നിൽക്കുന്നതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ആ ദേവാലയത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരു പുൽക്കൂട് തയ്യാറാക്കാൻ അവിടെ ഉണ്ടായിരുന്ന KCYM യുവജനങ്ങളെ ചുമതലപ്പെടുത്തി. സമയമായപ്പം യുവജനങ്ങളൊന്നുമില്ല, ആരെയും കാണാനില്ല. അങ്ങനെ അച്ഛൻ വളരെ അസ്വസ്ഥനായി. ഓരോരുത്തരെ വിളിച്ചു. ആകെ കുറച്ച് പേര് മാത്രമേ KCYMലുള്ളൂ യുവജനങ്ങളായിട്ട്. അവർ 2-3 പേര് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് എക്സാമുണ്ട്, നാളെ എക്സാമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിനൊന്നും വരാനിപ്പോൾ സമയമില്ല. മാത്രമല്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയവരെ ആരെയും കിട്ടിയില്ല. ഇങ്ങനെ അവർ കൈയൊഴിഞ്ഞ ഒരവസ്ഥ. പിന്നെ ഏറ്റവും അവസാനം ആ വികാരിയച്ഛൻ എന്ത് ചെയ്തു? മാതൃസംഘക്കാരെ വിളിച്ചു, മാതൃവേദി അവരെ വിളിച്ചു കൂട്ടി. അമ്മമാരെല്ലാവരും കൂടെ വന്നാണ് അവിടെ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് ഇടയായത്. അന്ന് ആ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് അവിടെ വന്നുകൂടിയ അമ്മമാർ അവരുടെ മനസ്സിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ആശയം അവരോട് തന്നെ പറഞ്ഞു, ഇതിനെല്ലാം ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാതായി, യുവജനങ്ങളില്ലാതായി. നമ്മൾ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് 1-2 കുട്ടികളിലേക്ക് സന്താനങ്ങളുടെ ദൈർഘ്യം നമ്മൾ കുറച്ചു. അതുകൊണ്ട് ഇന്ന് കുടുംബങ്ങളിലും നാട്ടിലും നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയുണ്ടായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സന്താനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്തീയ കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും വലിയ മൂല്യശോഷണം വളർത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സന്താനങ്ങൾ കുറഞ്ഞു പോകുമ്പം, മക്കൾ കുറഞ്ഞു പോകുമ്പം ആ കുടുംബത്തിൻ്റെ മാനസികവും ആത്മീയവുമായ ആരോഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പുതിയ തലമുറയിലേക്ക് വന്നിരിക്കുന്ന പുതിയ ചെറുപ്പക്കാരായ മക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലായ്മ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനായിട്ടുള്ള കരുത്തില്ലായ്മ. അതുപോലെ തന്നെ കുറവുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പുതുതലമുറയുടെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ, 1-2 കുട്ടികൾ മാത്രമുള്ള കുടുംബത്തിൽ ജനിക്കാനും ആ കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടി വളരാനുമിടയായ ഈ കുഞ്ഞുങ്ങൾക്ക് ഇല്ലായ്മകളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് അവർക്കറിയാതെ പോയി.
അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ ഈ പ്രതിസന്ധികളോ ദുഃഖങ്ങളോ ഒന്നും അറിയിച്ചില്ല. അറിയിക്കാതെ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വളർന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് അവർ സ്വന്തം കാലിൽ നിന്ന് ജീവിതത്തെ നേരിടേണ്ടി വരുമ്പോൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അവരിൽ സംജാതമായി. അവരുടെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനായിട്ടുള്ള മനസ്സ് ഇല്ലായ്മ അവരെ വിവിധ മേഖലകളിൽ പരാജയപ്പെടുത്തി. എപ്പോഴും മത്സരവും, എപ്പോഴും കിടമത്സരങ്ങളും, എപ്പോഴും വഴക്കുകളും ഭിന്നതകളും നിറഞ്ഞ ഒരന്തരീക്ഷത്തിലേക്ക് യുവജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം സമ്പാദിക്കേണ്ടത് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കാലങ്ങളിൽ ഒരു കുടുംബത്തിൽ അനുഭവപ്പെടുന്ന ഇല്ലായ്മകളും വല്ലായ്മകളും എങ്ങനെ മാതാപിതാക്കൾ തരണം ചെയ്യുന്നു എന്ന് ഈ കുഞ്ഞുങ്ങൾ അറിയുമ്പോഴാണ്. അത് കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേടുക. എന്നാൽ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ന് അകന്നുപോയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഒട്ടേറെ നന്മയുടേതായ സാഹചര്യങ്ങളും കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കൂട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തികളൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് മാത്രം ചെയ്യുന്ന പ്രവൃത്തികളായി മാറി. ഒരു കുടുംബത്തിൽ ഒരു വിവാഹ ആഘോഷം ഉണ്ടായെങ്കിൽ അടുത്തുള്ള എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ചേർന്ന് അവിടെ സഹായം ചെയ്ത് ആ വിവാഹത്തെ അതിനെ വിജയപ്രദമായ രീതിയിൽ, അനുഗ്രഹീതമായ രീതിയിൽ സന്തോഷത്തോടെ നടത്തിക്കൊണ്ട് പോകുക എന്നത് ആ ചുറ്റുപാടുമുള്ള കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നടത്തി അവർ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്നതെല്ലാം പോയി. ഒരു വിവാഹം വന്നാൽ ആ കുടുംബത്തിൽ ആഘോഷങ്ങളൊന്നുമില്ല, ആരവങ്ങളൊന്നുമില്ല. വിവാഹം കഴിക്കേണ്ട നേരമാകുമ്പോൾ നേരെ പള്ളിയിലേക്ക് പോവുക. പള്ളിയിലെ കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹാളിൽ റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ അടുത്ത കാറ്ററിംഗ് വിഭാഗക്കാർ വന്ന് അവിടെ ഭക്ഷണം വിളമ്പുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു. ആ ഭക്ഷണ സമയത്ത് കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടലുകളും സംസാരങ്ങളും കഴിഞ്ഞാൽ മറ്റൊന്നും ആ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകാതെ പോകുന്നു. മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ദിവസങ്ങളായുള്ള ഒരുക്കങ്ങൾ, ദിവസങ്ങളായ അയൽപക്കങ്ങളും ബന്ധുക്കളും തമ്മിലുള്ള ആ വലിയ സമ്പർക്കം, സ്നേഹം, സ്നേഹബന്ധങ്ങൾ, ഒരുവന് സഹായം ചെയ്യേണ്ട സമയമുണ്ടാകുമ്പോൾ എന്തുമാത്രം സന്തോഷത്തോടെ സഹായിക്കാൻ വരുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ നല്ല നല്ല മൂല്യങ്ങൾ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾക്ക് നഷ്ടമായി പോയി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവം നൽകിയ ഈ കൽപ്പനയെ മറന്നു എന്നതാണ് അതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആകയാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, കാരുണ്യവാനായ ദൈവം നമുക്ക് കാണിച്ചു തന്ന ഈ വഴി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 128:3 നമ്മളെ ഓർപ്പിക്കുന്നു, നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലീവ് തൈകൾ പോലെ ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒലീവ് മുകുളങ്ങൾ ഒരു ഒലിവ് ചെടിയിൽ അനേകമുള്ളതുപോലെ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ നിറച്ച് കുട്ടികളുള്ള ഒരു കുടുംബം. അങ്ങനെ ഒരു കുടുംബം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ സംജാതമാകട്ടെ എന്ന് കാരുണ്യവാനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 128 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ഉദരബലം കർത്താവിൻ്റെ ദാനമാണ്. ദൈവം അനുഗ്രഹിക്കുക വെച്ചാണ് ഉദരബലം നൽകുന്നത്. ഈ ദൈവം നൽകുന്ന ഉദരബലം
ഔദാര്യത്തോടെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാനീ പറയുന്ന കാര്യങ്ങളോട് ഒരുപക്ഷെ വിജയിപ്പ് ഉള്ള അനേകരും ഉണ്ടാകാം. എന്നാൽ അവരിൽ പലരുടെയും വാദമുഖം ഇങ്ങനെയാണ്: അനേകം കുട്ടികളുണ്ടായാൽ അവരെ വളർത്താനും പരിചരിക്കാനും ഒക്കെ ഉണ്ടാകുന്ന കഷ്ടപ്പാട്, സാമ്പത്തിക ബാധ്യതകൾ, അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. വിവാഹ ജീവിതം നയിക്കാത്തൊരു വൈദികന് ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പ്രിയമുള്ളവരെ, അത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഉദരബലം കർത്താവിൻ്റെ ദാനമാണെന്ന് ദൈവം അറിഞ്ഞാണ് ഈ കഴിവ് ദമ്പതിമാർക്ക് ദൈവം നൽകുന്നത്. ദൈവം അനുഗ്രഹിച്ചാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ, ദൈവിക പദ്ധതി പ്രകാരമാണ് ഒരു കുഞ്ഞ് ലഭിക്കുന്നതെങ്കിൽ, ആ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യവും ദൈവം തൻ്റെ പരിപാലനയുടെ കുടക്കീഴിൽ ദമ്പതികൾക്ക് നൽകുമെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ജെറമ്യായുടെ പ്രവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ബാബിലോണിലെ അടിമത്തത്തിൽ കഴിയുന്ന ജനതയോട് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്തു. ജെറമ്യായുടെ പ്രവചനം 29:6: വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന ദൈവത്തിൻ്റെ ആഹ്വാനം ചെവിക്കൊള്ളാൻ എല്ലാ ദമ്പതിമാരും തയ്യാറാകട്ടെ. കർത്താവ് ഈ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ദൈവം വർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവേ ആരാധന, ആബാ 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 പിതാവേ ആരാധന. യേശുവേ നാഥ ആരാധന, 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 യേശുവേ നാഥ ആരാധന. പാവനാത്മാവേ ആരാധന, 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 പാവനാത്മാവേ ആരാധന. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ
Hallelujah, Amen. Hallelujah, Amen. Hallelujah, Hallelujah. Hallelujah, 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 Hallelujah. Hallelujah, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് തുണയായി സ്ത്രീയെ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് കർത്താവ് അവരോട് പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുവിൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മക്കൾ വേണ്ട, സന്താനം വേണ്ട, മക്കളില്ലാതെ വിവാഹിതരായി, എന്നാൽ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിൽ താല്പര്യമില്ലാതെ ഒക്കെ ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാം. അതുപോലെ തന്നെ കുട്ടികളെ വളർത്താൻ താല്പര്യമില്ലാതെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒത്തിരി മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവരും കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വിചാരിക്കുന്നവരും അബോർഷൻ ചെയ്ത് നഷ്ടപ്പെടുത്തുന്നവരും, ഈ മേഖലകളിലെല്ലാം ധാരാളം തിന്മകൾ ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുമൂലം ഈ പ്രപഞ്ചത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കണക്കുകൂട്ടാൻ കഴിയുന്നതിലധികമാണ്. ദൈവത്തിൻ്റെ കരുണ ഈ മേഖലയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ ആരൊക്കെ ഇപ്രകാരം അബോർഷൻ ചെയ്യാനായിട്ടിടയായിട്ടുണ്ട്? കുട്ടികൾ വേണ്ട എന്ന ചിന്തയോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി ജീവിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഈ ലോകത്തിൽ ചെയ്ത സകല പാപത്തിനും ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കോരോരുത്തർക്കും ഏറ്റുപറയാം, ദൈവമേ, ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കർത്താവിൻ്റെ കരുണ ഇറങ്ങി വന്ന് നമ്മുടെ സകല തെറ്റുകളും മായ്ച്ചു കളയട്ടെ. മനുഷ്യവംശത്തിൻ്റെ തിന്മ ഭൂമിയിലേൽപ്പിച്ച് എല്ലാ മുറിവുകളും ഉണക്കി സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആ കാൽവരി കുന്നിലേക്ക് നമുക്ക് നോക്കാം.
കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാ നിന്നെ ഞാൻ തേടിടുന്നു. കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാ നിന്നെ ഞാൻ തേടിടുന്നു. പൂർവപാപത്തിൻ്റെ ഓർമ്മകളും തീവ്രമാം വേദനയേകിടുന്നു. പൂർവപാപത്തിൻ്റെ ഓർമ്മകളും തീവ്രമാം വേദനയേകിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ മുറിവുകളും ഉണക്കി സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.